സംസ്ഥാനത്ത് ട്രഷറി സ്തംഭിച്ചു. രാവിലെ മുതൽ ഇടപാടുകൾ നിലച്ച അവസ്ഥയാണ്. ഉദ്യോഗസ്ഥർക്ക് ലോഗിൻ ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. നെറ്റ്വർക്ക് പ്രശ്നമെന്നാണ് വിശദീകരണം. ബില്ലുകൾ പാസാക്കുന്ന സമയത്താണ് പ്രതിസന്ധി. PF പിൻവലിക്കലിന്റെ നടപടിക്രമങ്ങളടക്കം പ്രതിസന്ധിയിലായി. തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായും ആരോപണമുണ്ട്. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ എന്താണ് പ്രശ്നം? നെറ്റ്വർക്ക് പ്രശ്നം എന്ന വിശദീകരണമാണ്. സംസ്ഥാനത്ത് പൂർണ്ണമായ സ്തംഭനമാണോ ട്രഷറി? തീർച്ചയായിട്ടും അത് ഏതെങ്കിലും ഒരു ജില്ലയല്ല ബാധിച്ചിരിക്കുന്ന. സംസ്ഥാനത്തൊട്ടാകെ ഈ പ്രതിസന്ധി രാവിലെ മുതൽക്കുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് രാവിലെ ഉദ്യോഗസ്ഥർ ഓഫീസുകളിലെത്തി അവരുടെ സിസ്റ്റം ലോഗിൻ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം. ആ ലോഗിൻ ചെയ്യുന്നത് ട്രഷറിക്കായി അനുവദിച്ചിട്ടുള്ള 2 സോഫ്റ്റ്വെയറുകളുണ്ട്. ഉമാസ് ട്രഷറി ഓപ്പൺ എന്ന് പറയുന്ന 2 സോഫ്റ്റ്വെയറുകളുണ്ട്. ആ സോഫ്റ്റ്വെയറുകളിൽ നിന്ന് മാത്രമേ ഇത് ലോഗിൻ ചെയ്ത് അറ്റൻഡൻസ് അടക്കമുള്ളവ രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ അതിനുപോലും ഇതേവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതൊരു നെറ്റ്വർക്ക് പ്രശ്നമാണ് എന്നുള്ളതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന ഒരു വിശദീകരണം. പക്ഷേ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇടയ്ക്കിടെ സമാനമായിട്ടുള്ള നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, സമാനമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. ഇത് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഗൗരവ സ്വഭാവത്തിൽ കാണേണ്ടുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ള കൂടിയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് സ്ഥിരമായിട്ട് അങ്ങനെ അല്ലെങ്കിൽ ഒരു ശാശ്വതമായ പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്നുകൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഈ 10-ാം തീയതിക്ക് ശേഷം ട്രഷറികളിൽ ഉണ്ടാകുന്ന ഇടപാടുകൾ എന്ന് പറയുന്നത് ബില്ലുകൾ മാറുന്നത്, ഒപ്പം തന്നെ PF പിൻവലിക്കൽ പോലുള്ള ഉയർന്ന തുകയ്ക്കുള്ള ഇടപാടുകളാണ് ഈ 10-ാം തീയതിക്ക് ശേഷം നടക്കുന്നത്. അത്തരം ഇടപാടുകൾ തുടങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു പ്രതിസന്ധി എന്നുള്ളത് കൂടി എടുത്തു കാണേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ആദ്യത്തെ ദിവസങ്ങളിൽ ഈ ശമ്പളം വിതരണം ഒപ്പം തന്നെ പെൻഷൻ വിതരണം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചതുകൊണ്ട് അതിനെ ബാധിക്കുന്നില്ല. പക്ഷെങ്കിൽ പോലും ഉയർന്ന തുകയ്ക്കുള്ള ഇടപാടുകൾ അത് നടത്തേണ്ടുന്ന ദിവസങ്ങളിലാണ് ഈ പ്രതിസന്ധി എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായി തന്നെ കാണേണ്ടത്. എന്തായാലും ആ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിശദീകരണം. പക്ഷേ നിരന്തരമായ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ നെറ്റ്വർക്ക് പ്രശ്നം എന്നുള്ള ആ ഒരു വിഷയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് ഇപ്പോഴും വകുപ്പിന് ഒരു വിശദീകരണം നൽകാൻ കഴിയുന്നില്ല. ഇപ്പോൾ തൽക്കാലം ഇന്നത്തെ പ്രശ്നം പരിഹരിക്കാനുള്ള സാങ്കേതികമായ എല്ലാ നടപടിക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നൽകുന്ന ഒരു വിശദീകരണം. എന്തായാലും ഈ നിമിഷം വരെ ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. അറ്റൻഡൻസ് പോലും രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത വിധത്തിലേക്ക് ആ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്, അതായത് അവധി കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം തുടങ്ങുന്ന ഒരു ഘട്ടമാണ്. ഇന്ന് മുതൽക്കാണ് ശരിക്കും ഈ ഉയർന്ന തുകയ്ക്കുള്ള ഇത്തരം കാര്യങ്ങൾ, അതായത് ബില്ലിടപാടുകൾ അടക്കമുള്ളവ തുടങ്ങുന്നത്. സാധാരണ 10-ാം തീയതിക്ക് ശേഷമാണ്. അതിപ്പോൾ ഇന്ന് മുതലാണ് തുടങ്ങുക എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രതിസന്ധി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും ആ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് തന്നെയുള്ള വിശദീകരണമാണ് ലഭിക്കുന്നത്. ശരി, ഹരി മോഹനാണ് വിവരങ്ങൾ നൽകിയത്.